റേറ്റ് എത്രയായിരുന്നു? എനിക്കിത് മതി. അല്ല നിങ്ങൾക്ക് വേറെ തരാം. കുഴപ്പമില്ല, ഇത് മതി. ഒരു 10 കിലോ എടുക്കാൻ കാണും. ഞാൻ പെട്ടിയാട്ടോ വിളിച്ചോണ്ടായിരുന്നു. പിന്നെ ചില ആൾ കംപ്ലൈന്റ് ഇടുന്നതൊക്കെ പറയുന്നുണ്ട്. ആണോ? ഹലോ ഹായ് നമസ്കാരം, ഞാനിത് അനൂപാണ്. ലോകമെമ്പാടുമുള്ള എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയപൂർവ്വം ഗുലുമാലിലേക്ക് സ്വാഗതം. ഒരു സ്വാഗതമെങ്കിലും പറയടാ. അനങ്ങാതെ സ്റ്റാച്ചു ഒക്കെ നിൽക്കുന്നവരങ്ങ് നിൽക്കുകയാണ്. കുറേ കാലമായല്ലോ നാട്ടുകാരുടെ തെറിവിളിയൊക്കെ കേട്ടിട്ട്. തീർച്ചയായിട്ടും ഷാൻ എപ്പോൾ ഗുലുമാലിലേക്ക് കാലുകുത്തിയാൽ സത്യം പറയാലോ, എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് ഷാൻ ഗുലുമാലിലേക്ക് വരുന്നത്. എന്തായാലും ഷാനെ, നമുക്ക് ഗുലുമാലിനെ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും എപ്പിസോഡുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട്. അതൊക്കെ ദൈവാനുഗ്രഹം കൊണ്ട് നമ്മുടെ ഭാഗ്യമാണ്. അതോടൊപ്പം തന്നെ പ്രേക്ഷകരോടുള്ളൊരു കമ്മിറ്റ്മെൻറ്റ്. ഗുലുമാൽ ഇങ്ങനെ ഒരു കുറച്ച് എപ്പിസോഡ് ഒരെണ്ണം വന്നിട്ട് കുറേ കാലഘട്ടം എടുക്കുമ്പം ചില സാഹചര്യങ്ങളും സമയത്തിൻ്റെ പ്രശ്നം മൂലം എടുക്കാതിരിക്കുമ്പോൾ വിളികളും മെസ്സേജുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് ഷാനിന് ഗുലുമാൽ ഒരു ടാസ്ക് തരാൻ പോവാണ്. അത് പ്രാങ്കിൻ്റെ ടാസ്ക്കാണ്. ഞാനൊരു കുറച്ച് ഗോൾഡ് കോയിൻ തരും, അതോടൊപ്പം തന്നെ ഒരു വാട്ടർ മെലണും തരും. 2 വാട്ടർ മെലണും കുറച്ച് ഗോൾഡ് കോയിനും തരും. ഗോൾഡ് കോയിൻ ഫേക്കാണ്. അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ട് ഒരു വാട്ടർ മെലൺ ആൻഡ് ഗോൾഡ് കോയിൻ പ്രാങ്ക് എന്ന രീതിയിലേക്ക് ഒരു പ്രാങ്ക് ചെയ്യണം. അത് നമുക്ക് ഞാനിതിൻ്റെ ഐഡിയ ഞാൻ പറഞ്ഞു തരാം. മറ്റൊന്നുമല്ല, ഞാനിത് കോപ്പി അടിക്കുന്ന ഒരു ഐഡിയ ആണ് കേട്ടോ. കാരണം എപ്പോഴോ ഞാനൊരു വീഡിയോ കണ്ടതാണ്. ഒരു കടയിൽ വാട്ടർ മെലൺ അവർ കാണാതെ കൊണ്ട് വെക്കുക, എന്നിട്ട് നമ്മുടെ ഒരാൾ പോവുക, അത് മുറിക്കുമ്പോൾ ഗോൾഡ് കോയിൻ അതിനകത്തുണ്ടാണ്. നമ്മൾ ഫേക്കായിട്ട് കൊണ്ട് വെക്കുന്ന വാട്ടർ മെലൺ അതിനകത്ത് ഗോൾഡ് കോയിൻ ഓൾറെഡി ഇൻസേർട്ട് ആക്കിയിട്ട് അവിടെ കൊണ്ട് വെക്കണം. ഇത് ഞാൻ എവിടെയോ കണ്ടിട്ട് ഒരുപാട് എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. ഇവിടെ എങ്ങനെ വർക്കാവുമെന്ന് എനിക്കറിയില്ല. അത് ഷാൻ്റെ കൂടെ സഹായത്തിന് ഒരാളെ നമുക്ക് ഒപ്പിക്കാം. നമ്മുടെ ഷാജഹാൻ ചേട്ടനോട് വിളിക്കാം. നിങ്ങൾ രണ്ടും കൂടെ ചേർന്നിട്ട് ഈ സാധനം ഒന്ന് ചെയ്ത് നോക്കണം. വർക്കായി രക്ഷപ്പെട്ട്. ഇത് അടിച്ചു മാറ്റിയ റാങ്ക് കേട്ടോ. ഇതിൻ്റെ ഒരു ഐഡിയ അടിച്ചു മാറ്റിയതാണ് സത്യം. ഞാനത് എവിടെയോ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അതെനിക്ക് ഇഷ്ടപ്പെട്ട്. നമ്മൾ അടിച്ചു മാറ്റി പ്രാങ്ക് ചെയ്യുന്ന ആദ്യത്തെ പ്രാങ്കാണ്. ഒന്ന് നോക്കാം. ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് ചേട്ടാ വൈറ്റിലേക്ക്? 4-5 കിലോ. ഒരു 200 രൂപയുടെ ചേഞ്ച് വേണം. അല്ല 100 രൂപയുടെ, സോറി. മാക്ക് എന്തല്ല? 180. ചുവപ്പ്, വെള്ള ഓറഞ്ചിന്, പച്ച ഓറഞ്ചിന്. ഇതെന്തോ സാധനം? ഡ്രാഗൺ ഫ്രൂട്ട്. ഓറഞ്ച് എന്താ വില ചേട്ടാ? ഓറഞ്ച് 1.5 കിലോ 100 രൂപ. 1.5 കിലോ 100 രൂപ? വൈറ്റിലൊക്കെ 1 കിലോ 50 രൂപയ്ക്ക് വിൽക്കുന്നല്ലോ. 1 കിലോക്ക് 50. ഏതാ? 1 കിലോക്ക് 50? ആ, അത് സെക്കൻഡ് ആയിക്കൂടാ. സെക്കൻഡ് ഓറഞ്ച് ഉണ്ട്, ചെറിയ ഓറഞ്ച്. ആണോ? ഇതിന്റെ തന്നെ ചെറിയ ഓറഞ്ച്. അതെന്താ സെക്കൻഡ് എന്ന് പറയുന്നത്? ഇത് 3-4 തരം ഉണ്ട്. ആ, സെക്കൻഡ്, തേർഡ്. മാർക്കറ്റ് ഓറഞ്ചിൽ പോയി അവിടെ കാണുന്നത്. ആ. ഇതെന്താ വില ചേട്ടാ? തണ്ണി ആണോ? ഇതാണെങ്കിലോ? മഞ്ഞക്ക് 40. മഞ്ഞക്ക് 40. കുറച്ചുകൂടി മധുരം. അതാ മഞ്ഞക്ക് 40 രൂപ തോന്നേ. കുറച്ചുകൂടി ബെറ്ററാണ് ഇതിന്. മാവ് നല്ല മാവോ? ഉള്ളില് മാവ് ആട്ടമാവെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇതിനെന്തോ വില? ഇതിന് 30. 30? വിലക്കുറവ് ഇതിനാണ്. അല്ല, വിലക്കുറവ് നമ്മൾ ഇതിന്. അത് കഴിഞ്ഞാൽ ആണോ? ഇത് എത്ര കിലോ ആണോ? എത്ര കിലോ ആണോ നോക്കിയാൽ? ആ, ഇത് 70 രൂപ. 70? അല്ല, ഒരു കാര്യം ചെയ്യുന്നു, കട്ട് ചെയ്യാവോ? കട്ട് ചെയ്യാം. ആ, ഓക്കെ.
എന്തുവാ അപ്പോൾ ഇത് എത്രയായിരുന്നു റേറ്റ് എത്രയായിരുന്നു അല്ല തരാം അല്ല റേറ്റ് എത്രയായിരുന്നു അല്ല 70 ആ ഒന്ന് ഇത് ഒരു കവർ എടുത്ത് പാക്ക് ചെയ്ത് തരാം അല്ല അത് തരാം അല്ലല്ലെന്ന് ഒരു കവർ എടുത്ത് പാക്ക് ചെയ്ത് തരാം എത്രയായിരുന്നു 70 അല്ലേ കവർ എത്രയായിരുന്നു ഏട്ടാ 100 രൂപ ഇരിക്കട്ടെ കേട്ടോ 100 രൂപ ശരി ഏട്ടാ ആ വേറെന്ത് മറ്റേ ആടാണോ തണ്ണിമത്തൻ ആടാണോ അതാണ് ആടാണ് ആ വേറെ നാശാണ് ഓറഞ്ച് വില പറഞ്ഞോ ഓറഞ്ച് 1.5 കിലോ ഈ മഞ്ഞ ഇത് തമ്മിൽ വ്യത്യാസം വല്ലതും ഉണ്ടോ മഞ്ഞാണ് കുറച്ചുകൂടി നല്ല ഇതും കുഴപ്പമൊന്നുമില്ല അല്ല അത് ചോപ്പനല്ലേ ഉള്ളിൽ ഉള്ളിൽ ചോപ്പന്നെ നമ്മളെ ഇത് എത്രയുണ്ടാവും നല്ല ഇല്ല ഇതാ നോക്കി 80 കിലോ എത്ര രൂപ 90 രൂപ കിലോയ്ക്ക് 30 രൂപ കട്ട് ചെയ്യണം ഇപ്പൊ കഴിക്കും ഇത് ആ കൊണ്ടുവരാം പീസ് പീസാക്കി തന്നെ ആണെങ്കിലേ ആ അപ്പോൾ വണ്ടി യാത്ര ചെയ്യുമ്പോൾ അതൊക്കെ നോക്കട്ടെ നാളെ ചിലപ്പോൾ വരും കേട്ടാ തിങ്കളാഴ്ച നാളെ ഓർഡർ ഉണ്ടോ ആ 4 കേടാണ് അത് കേടല്ലല്ല അല്ലല്ല നല്ല സാധനം ഇത് പാക്ക് ചെയ്യണം എന്താ അല്ല കുഴപ്പമില്ല ഞാൻ വേറെ തരാം അല്ല അല്ല അല്ലല്ല അല്ല അത് എനിക്കിത് മതി അല്ല നിങ്ങൾക്ക് വേറെ തരാം കുഴപ്പമില്ല ഇത് മതി ഇത് കുഴപ്പമില്ല എനിക്കിത് മതി എന്താ സംഭവം എങ്ങനെ തരാം ഇത് റംസാനായിട്ട് പടച്ചോൻ തന്നെ ബോണസാണ് ഇത് കളയാൻ പാടില്ല അല്ല ഇത് മതി നല്ലതാണ് ഇത് മതി ഇത് നിങ്ങൾ എടുത്തോ ഇത് എനിക്കിത് മതി എന്താ പൈസ അല്ല അത് കുഴപ്പമില്ലാന്നേ കുഴപ്പമില്ല ഇത് 2 പീസ് എടുത്തല്ലേ ബാക്കി നിങ്ങൾ എടുത്തോ നോമ്പറക്കുമ്പോൾ കഴിക്കാലോ അത്രയാണ് നിന്റെ ഇതേപോലെ തിഞ്ഞുണ്ടോ ഒരെണ്ണം എടുത്ത് തരാൻ ഒരെണ്ണം കിട്ടിയാൽ ചേട്ടാ 2 എണ്ണം അവിടെ എടുക്കണം കേട്ടോ ഇത് തണ്ണിമത്തങ്ങ ഒരു 10 കിലോ എടുക്കാൻ കാണും ഞാൻ പെട്ടിയാട്ട വിളിച്ചോണ്ടായിരുന്നു അല്ല പെട്ടിയാട്ട വന്ന് കിടപ്പുണ്ട് പിന്നെ തരാം ചില ആള് കംപ്ലൈന്റ് ഇരുന്നതൊക്കെ പറയുന്നുണ്ട് ആണോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ നോക്കിയിട്ട് ഞാൻ ഏതാ ചെറിയ കംപ്ലൈന്റ് ഉണ്ടെന്നല്ലേ അല്ല ഞാൻ മനസ്സിലായില്ല ക്ലിയർ അല്ല കംപ്ലൈന്റ് എനിക്ക് മനസ്സിലായില്ല ചെറിയ കംപ്ലൈന്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട് തണ്ണിമത്തങ്ങ അല്ല ഞാൻ ആണോ ഞാൻ 5 കിലോ വേണമായിരുന്നു ഞാൻ പെട്ടിയാട്ടം നമ്മൾ ചെക്ക് ചെയ്തേട്ടാ കൺഫേം ആക്കിയിട്ട് ഇല്ല വണ്ടി പെട്ടിയാട്ടം കൊണ്ടുവന്നിട്ടുണ്ട് ഇല്ല നിങ്ങൾ വേറെ കടയിൽ നോക്കി തരാൻ പറ്റില്ല ആണോ ഇത് കംപ്ലൈന്റ് ആണോ ഇത് തന്നെ മതി ഇല്ല ഫുള്ള് കംപ്ലൈന്റ് ആണോ ഇത് വേണമെങ്കിൽ തരാം ആണോ
ഇത് മഞ്ഞ തരാം. ഇതിൽ എന്താ ചെറിയ കംപ്ലൈന്റ് ഉണ്ട്, കസ്റ്റമർ പറഞ്ഞ അങ്ങനെ. ആണോ? അതുകൊണ്ടാണ്. ചേട്ടാ പൈസ വിഷയമില്ലായിരുന്നേ, എത്ര വേണമെങ്കിലും തരായിരുന്നു. ഇത് ഓർഡറാണ്. ഓർഡറാണോ? അല്ല നമുക്കൊരു 10 കിലോ വേണമായിരുന്നു. ആണോ? അച്ഛൻ വന്ന ഒരു കാര്യം ചെയ്തിട്ട് എന്തോ ആണോ? കംപ്ലൈന്റ് ഉണ്ടല്ലേ? അതാണ് മുറിച്ച് നോക്കുന്നതല്ല. ശരി. അത് നമ്മൾ വൈറ്റിലേന്ന് പോകുമ്പോൾ ഒരു മിനിറ്റ്, ഇത് കംപ്ലൈന്റ് ഉള്ള സാധനം മുറിച്ച് നോക്കുവാന്നോ? ചേട്ടൻ ഞാൻ ഒരു കാര്യം സാധനം മേടിക്കാൻ പറ്റുന്നു. എന്തായിരുന്നു? അല്ല എന്താ ഇവിടെ എന്താ ഇവര് കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞു? ഞാൻ നോക്കിയത് ഇതൊന്നും കംപ്ലൈൻ്റ് അല്ലല്ലോ. നിങ്ങൾ ഇതാണോ കിടന്ന് നോക്കുന്നത്? ഈ സാധനമാണോ ഇതിനകത്ത് കിടന്ന് നോക്കുന്നത്? ഇത്ര നേരം കണ്ട് തുറന്ന് നോക്കുന്നത്? ഇതെങ്ങനെ ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഗുലുമാൽ എന്ന് പറഞ്ഞാൽ ഷോയുടെ ഷൂട്ടായിരുന്നു. കൊണ്ട് അവിടെ ക്യാമറ ഇത് ഞങ്ങൾ വെച്ച സാധനം. എനിക്കാണ് 5 കോയിൻ അടിച്ചത്. ഫുള്ളൊന്ന് വെട്ടുക, മാറി മാറി വെട്ടി നശിപ്പിക്കാമോ? ആദ്യം ഒരു കസ്റ്റമർ ഉണ്ട്, അയാൾ എത്തിയത്. ആ കസ്റ്റമർ കുറച്ച് കോയിൻ ഇങ്ങനെ കടയും പൂട്ടി പോവാനോ. ആദ്യം വന്ന കസ്റ്റമറെ പോലെ ഓർമ്മയില്ലേ ഈ ആദ്യം വന്നത്? എനിക്ക് തോന്നതേ ഈ ചേട്ടച്ചാര് 2 കിലോ വീട്ടിൽ കൊണ്ടുപോകാൻ പ്ലാൻ ഉണ്ടായിരുന്നു. ഇത് എന്തോ അവസ്ഥ കണ്ടായിരുന്നു കോയിനകത്ത്. ഇല്ല, നമ്മളിങ്ങനെ നോക്കുമ്പോൾ കോയിൻ ആദ്യം ഒരാളുണ്ട്, അതിൽ കോയിന്, രണ്ടാമത് വേറെ എടുത്ത് കട്ടിയുമ്പോൾ അതിൽ ഈ ഗോൾഡ് കോയിൻ. ഇതെന്ത് മറിമായ. അപ്പൊ ഒരു സമ്മാനം ഉണ്ട് ഗുലുമാൽ ഓൺലൈൻ്റെ വക, മൗലവി ബുക്ക് സെന്റർ നൽകുന്ന സമ്മാനം.